ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? അമ്പലത്തിലേക്കാട്ടോ പോണത്. നമ്മളെ ശോഭപ്പറമ്പയ്ക്കാണ് പോണത്. അവിടെ ഈ മണ്ഡലമാസമായ 41 ദിവസം പരിപാടി ഉണ്ടാവും കേട്ടോ. എന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പോകാൻ പറ്റാറില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടന് വിടില്ല. പോവുകയാണെങ്കിൽ ആളെ കൂട്ടിയിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ആള് വന്നപ്പോൾ കയ്യോടെ പൊക്കിയതാണ് കേട്ടോ. നമ്മൾ വൈകിട്ടാണ് കേട്ടോ പോണത്. വൈകിട്ട് ഒരു 7:00 കഴിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. എല്ലാവരും കൂടി പോവാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ സബിത വന്നില്ല. ഒരുപാട് വിളിച്ചിട്ടോ. അവള് വരാത്തോണ്ട് നമ്മളെ സരൂനും വരാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അവളെ ഒറ്റയ്ക്കാക്കിയാണ്ട് ഈ രാത്രി പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അവരെ കൂട്ടിയാണ്ട് വേറൊരു ദിവസം പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും കേട്ടോ എൻ്റെ കൂടെ. ഇച്ചാവന് പിന്നെ അവൻ്റെ അമ്മമ്മനെയും അമ്മച്ചനെയും കിട്ടിയാൽ വേറെ ആരും വേണ്ട കേട്ടാ. അമ്പലത്തിലെത്തി നേരെ തന്നെ പോയി തൊഴുതുട്ടോ. എന്നിട്ടാണ് വഴിപാട് ചീട്ടാക്കാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മളെ കുട്ടത് ആ വഴിപാട് ചീട്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ വയലിൻ വായിക്കുന്നു കേട്ടോ ഒരു ചേട്ടൻ. അങ്ങനെ അവിടുന്ന് വഴിപാട് ചീട്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ വന്നിട്ട് ചെയ്യണതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടുന്ന് ചെയ്തില്ല കേട്ടോ. നാളെ രാവിലെ വരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടുന്ന് നേരെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. ഇവിടെ രാവിലെയും ചായ ഉണ്ടാവും, ഉച്ചയ്ക്ക് ചോറ് എന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാവാറുണ്ട്. വൈകിട്ടും ഉണ്ടാവും കേട്ടോ ചായ. ഇവിടെ ഈ മണ്ഡലമാസത്തെ 41 ദിവസം എന്നും പരിപാടികൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ അന്നദാനം ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ചാണ്ട് ഇച്ചാപ്പൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അത് അമ്മ ചടന്നാണ്ട് ഈ ലോറി വേണോ ചോദിക്കുന്നുണ്ട്, കുട്ട എവിടെ നിന്നാണ്ട് ഈ JCB വേണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ആൾ കുറച്ചു നേരം കൺഫ്യൂഷനായി നിന്ന് ചൂസ് ചെയ്തത് എന്തായാലും JCB ആണ് കേട്ടോ. അതുകൊണ്ട് ലോറി വേണ്ടാന്ന് വെച്ചുട്ടോ. അതുകൊണ്ട് അമ്മച്ചനാണ് ആ JCB ആൾക്ക് മേടിച്ചെടുത്തിട്ടാ. പിന്നെയും അവിടെ കുറച്ചു നേരം കൺഫ്യൂഷനായി നിന്നിട്ടോ. എന്താ വെച്ചാൽ 2 സൈസ് ഉള്ളതുണ്ട്, അതിലേതാ എടുക്കേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഇച്ചാപ്പൂനെ എടുത്ത് കൊടുത്തപ്പോൾ ആള് വലുതന്നെ ആട്ടോ എടുത്തത്. അങ്ങനെ അത് മേടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുപ്പിവള മേടിച്ചിട്ടോ. എനിക്ക് കുപ്പിവള പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാർട്ടൂൺ റെഡ് കളർ ഞാൻ മേടിച്ചിട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാൻ പിന്നെ വീഡിയോ ഇടുമ്പോൾ അത് കാണിച്ചു തരണ്ട കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചോട്ടോ. എനിക്ക് പാനിപ്പൂരി ആയിരുന്നു വേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ താന്നൂരിക്കാണല്ലോ പോയത്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. നേരെ നമ്മൾ ഹോട്ടലിൽ കയറി വെജ് ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിച്ചുട്ടോ. അങ്ങനെ അവിടെ നേരെ അച്ഛനും അമ്മനെ ഇറക്കാൻ പോയി. ഇച്ചാപ്പ് അവരെ കയ്യിൽ നിന്ന് വരുന്നല്ല കേട്ടോ. എന്നും തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. റൂമിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ നേരാക്കി എടുക്കാൻ ഞാൻ ഇന്നെന്തായാലും നേരാക്കില്ല. ഒക്കെ കൂട്ടി വെച്ചെടുക്കും. നാളെ രാവിലെ നേരാക്കുള്ളൂ കേട്ടോ. ഞാൻ നേരെ കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ നേരാക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.